ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 2025 നടത്തിയ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. 5/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇപ്പോൾ നോക്കാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഭാരതപ്പുഴ, കോരപ്പുഴ, മീനച്ചിലാറ്, മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഇനി കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ, വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഓക്കെ, ഇനി കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44ആണ്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44ആണ്. കിഴക്കോട്ടൊഴുകുന്നവ 3 എണ്ണമാണ്. 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1, നവംബർ 1, വൃശ്ചികം 1, മെയ് 1. നമുക്കെല്ലാവർക്കും അറിയാം, ചിങ്ങം 1. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ, ചിങ്ങം 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഡീസൽ, നാഫ്ത, പെട്രോൾ, മണ്ണെണ്ണ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നാഫ്തയാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ നോക്കാം. ചീമേനി താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ചീമേനി താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകമാണ്. ചീമേനി താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകമാണ്. ഇനി നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അതും ചോദിക്കാറുള്ളതാണ്. നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. നല്ലളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്. ഓക്കെ, അതുപോലെ ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അവിടെ ഉപയോഗിക്കുന്നതും ഡീസലാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. ഓക്കെ, കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അതും കൂടെ ഓർത്തേക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? വൈപ്പിൻ, നീണ്ടകര, മുനമ്പം, വിഴിഞ്ഞം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നീണ്ടകര കൊല്ലത്താണ്. അതുപോലെ പുറക്കാട് ആലപ്പുഴ ജില്ലയിലാണ്. അതേപോലെ ബേപ്പൂർ കോഴിക്കോടാണ്. പയ്യന്നൂർ കണ്ണൂരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? മൃദുഭാവേ ദൃഢകർത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഒന്നാമത്തെ എന്താണ്? മൃദുഭാവേ ദൃഢകൃത്യം എന്നുള്ളതാണ് പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അത് രണ്ടും 1ഉം 2ഉമാണ് ശരി. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ് എന്നുള്ളത് തെറ്റാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം 4ഉം. ഒന്നാമത്തത് ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്, ശരിയാണ്. രണ്ടാമത്തത് ഹിരാക്കുഡ് മഹാനദിയിലാണ്, അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിൽ, അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. തെഹ്രി ഡാം കൃഷ്ണ നദി തെറ്റാണ്. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. തെഹ്രി ഡാം ഭഗീരഥി നദി, ഉത്തരാഖണ്ഡ് സംസ്ഥാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയിട്ടുള്ള താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, അതും ശരിയാണ്.
അതുപോലെ 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. വാഗ്ഭടാനന്ദനുമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 മാത്രമാണ് ശരി. ഒന്നാമത്തത് സവർണജാഥ ഇതിനോട് അനുബന്ധിച്ച് നടന്നത് ശരിയാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, അതും ശരിയാണ്. മൂന്നാമത്തെ എന്താണ്? സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി, അത് 3ഉം ശരിയാണ്. ലാസ്റ്റത്തത് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സത്യാഗ്രഹമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? രജനീരംഗം, വെടിവെട്ടം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കാലത്തിൻ്റെ സാക്ഷി. ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓക്കെ. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. 1908 യോഗക്ഷേമ സഭ രൂപീകരിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ 1931 യാചനായാത്ര നടത്തിയത് 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തന്നെയാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ആനി മസ്ക്രീൻ, അമ്മാളു അമ്മ, സരോജിനി നായിഡു, അക്കാമ ചെറിയൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അക്കാമ ചെറിയനാണ്. ഓപ്ഷൻ ഡി, അക്കാമ ചെറിയനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ഇനി അക്കാമ ചെറിയനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതും കൂടെ ഓർത്തേക്കുക. ഓക്കെ. അക്കാമ ചെറിയൻ്റെ ആത്മകഥ എപ്പോഴും ചോദിക്കാറുണ്ട്. അക്കാമ ചെറിയൻ്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയൻ്റെ ആത്മകഥയാണ്. ഓക്കെ. അതുപോലെ തന്നെ PSC ചോദിക്കാറുള്ളതാണ്. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണ്? ഉത്തരം അക്കാമ ചെറിയനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ K.B. മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്, പുന്നപ്ര വയലാർ സമരം, ആറ്റിങ്ങൽ കലാപം, മൊറാഴ സംഭവം. ഉത്തരം ഓപ്ഷൻ എ ആണ്. കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ് ഡോക്ടർ K.B. മേനോനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം ചോദിക്കാറുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് നടന്നത്. 1942. 1942 കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ. ഇനി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം 1946. ആറ്റിങ്ങൽ കലാപം എപ്പോഴും ചോദിക്കാറുണ്ട്. 1721. ആറ്റിങ്ങൽ കലാപം 1721. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ചിരി, കൂട്ട്, തുണ, ഹോപ്പ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയുടെ പേരാണ് കൂട്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശ്രീനാരായണ ഗുരുവാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആഹ്വാനം ചെയ്തത് വേദങ്ങളിലേക്ക് മടങ്ങുക. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫ്ഹത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ഇതിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2, 3 മാത്രം. പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ്. ബാക്കി 3 ശരിയാണ്. പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ് പെടാത്തത്. ബാക്കി 3 പെടുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ഇതിൽ ശരിയായ ജോഡിയാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം. അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം, അത് ശരിയാണ്. അതേപോലെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, അതും ശരിയാണ്. ഓക്കെ, ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരും കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടുമാണ്. തിരിച്ചു മറിച്ചാണ് ഇട്ടിരിക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ, കേരള മീഡിയ അക്കാദമി കാക്കനാട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈതാലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈതാലിം. അതുപോലെ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. ഇതെല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആസ്റ്റൻഡ്ര, ഇൻ്റർപോൾ ലിയോൺ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് തെറ്റായ ജോഡി. ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം മനിലയാണ്. ADBയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ശരിയാണ്. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം, ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സംഘടനകളും ആസ്ഥാനങ്ങളും കൂടെ നോക്കാം. ഒപ്പെക്കിൻ്റെ ആസ്ഥാനം വിയന്നയാണ്. ഒപ്പെക്കിൻ്റെ ആസ്ഥാനം വിയന്ന. അതുപോലെ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. അതുപോലെ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ബേപ്പൂർ കായൽ, ചേറ്റുവ കായൽ, ചിത്താരി കായൽ, വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? പൊന്തച്ചാടൻ, ബുദ്ധമയൂരി, പുള്ളിയാര, ചീനപ്പൊട്ടൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബുദ്ധമയൂരിയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കബനിയാണ്. കേരളത്തിലെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കേരളത്തിലെ ആകെ നദികൾ നമ്മൾ നേരത്തെ പറഞ്ഞു 44 നദികളാണുള്ളത്. അതിൽ 3 എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഇനി പ്രാചീന കാലത്ത് ചൂർണി, പൂർണ്ണ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നദിയാണ് പെരിയാർ. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ട നദി പെരിയാറാണ്. ഭാരതപ്പുഴയാണ് നിള, പേരാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. പേരാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പമ്പയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? പ്രണോയ് HS, അനുഷ് അഗർവാല, വിഷ്ണു ശരവണ, PR ശ്രീജേഷ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PR ശ്രീജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആന, കാണ്ടാമൃഗം, വരയാട്, പുലി.
ഉത്തരം ഓപ്ഷൻ സി ആണ്, വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാടാണ്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നമുക്ക് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ നോക്കാം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. നറോറ നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലാണ്. കൈഗ ആണവ നിലയം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൈഗ ആണവ നിലയം കർണാടകയിലാണ്. കൈഗ കർണാടകയിലാണ്. കക്രപ്പാറ ഗുജറാത്തിലാണ്. കക്രപ്പാറ ഗുജറാത്തിലാണ്. ഓക്കെ, താരാപൂർ മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.